ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ ഫിയോണാസ് വേൾഡ്. അപ്പോൾ ഇന്ന് സൺഡേ ആയിരുന്നു. അപ്പോൾ ഇത് വീഡിയോ നമ്മൾ ഇന്നലെ എടുത്ത വീഡിയോ ആണ് ഇന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പം അങ്ങനെ പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുങ്ങിയൊക്കെ നിൽക്കുകയാണ്. ഞാൻ മാത്രമാണ് ഒരുങ്ങാൻ ലേറ്റ് ആയിട്ടുള്ളത്. സന്തുവും ലല്ലും അന്നും ഒക്കെ റെഡി ആയിട്ടുണ്ട്. അവരെന്നെ വെയിറ്റ് ചെയ്യുകയാണ്. ഞാൻ പൊതുവേ സൺഡേ ഭയങ്കര സ്ലോ ആണ്. ഇവരെല്ലാവരുടെയും കാര്യങ്ങൾ കഴിഞ്ഞിട്ടാണ് ഞാൻ റെഡി ആകുന്നത്. അപ്പം പ്രത്യേകിച്ച് കാര്യമായിട്ട് അങ്ങനെ ഫുഡൊന്നും നമ്മൾ രാവിലെ ഉണ്ടാക്കാറില്ല. കഞ്ഞിയോ വല്ലോ നൂഡിൽസോ ഒക്കെ ആക്കിയിട്ട് അങ്ങനെ കഴിപ്പിച്ചിട്ടൊക്കെയാണ് പള്ളിയിൽ കൊണ്ടുപോകാറുള്ളത്. അപ്പോൾ അവർ പള്ളിയിൽ വന്നപ്പോൾ നമുക്ക് പള്ളിയിൽ നിന്ന് യൂത്തിൻ്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ അന്നൂസിനാണെങ്കിൽ അന്നൂസ് യൂത്തൊന്നും ആയിട്ടൊന്നുമില്ല, എന്നാലും സൺഡേ സ്കൂളിൻ്റെ കുട്ടികളെന്ന നിലയിൽ അന്നൂസിനൊക്കെ PYPയുടെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. PYPയുടെ പ്രോഗ്രാമിന് അന്നൂസിന് സോങ് ആയിരുന്നു കേട്ടോ. അവളിങ്ങനെ പാട്ട് പാടിക്കൊണ്ട് നിൽക്കുമ്പോൾ ആ കുറുമ്പി വന്നിട്ട് അവളെ ഇങ്ങനെ തോണ്ടി തോണ്ടി വിളിക്കുവേ. പക്ഷെ നമ്മൾ അന്നൂസ് ഉണ്ടല്ലോ, ഒന്നും മൈൻഡ് ചെയ്തില്ല. അവൾ അവിടെ നിന്ന് പാടി തീർത്ത് മിടുക്കിയായിട്ട് പാസ്റ്റർ അവളെ വഴക്ക് പറഞ്ഞ് ഓടിക്കുന്നുമുണ്ട്. പാസ്റ്റർ പറയും ഇങ്ങനെ വിരലൊക്കെ കാണിക്കുക. അങ്ങനെ കൊച്ചുണ്ടാപ്പി അങ്ങ് ഓടി അങ്ങ് പോയി. അന്നൂസ് അവിടെ നിന്ന് ഇങ്ങനെ പാടി. അതിനുശേഷം ലല്ലുവിൻ്റെ ഷോർട്ട് സ്റ്റോറി ഉണ്ടായിരുന്നു. അവളുടെ കാര്യവും അവൾ നന്നായിട്ട് അവതരിപ്പിച്ചു. അവളുടെ ഷോർട്ട് സ്റ്റോറി അവൾ നന്നായിട്ട് അവതരിപ്പിച്ചു. അങ്ങനെ 2 പേർക്കും ഉള്ളായിരുന്നു പ്രോഗ്രാം. എനിക്ക് പ്രോഗ്രാം ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ വർഷിപ്പൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങിയതാണ്. പ്രസന്നാൻറ്റി അന്നേരം ഓടി വന്ന് അന്നൂസിനെ വിളിക്കുവാണേ. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വഴിയിലിറങ്ങി നിൽക്കുകയാണ്. സന്തു ഇനി വണ്ടി എടുത്തിട്ട് വരണം. അപ്പം ഞാൻ ആ അമ്മച്ചിയോട് വിളിച്ചിട്ട് കാര്യമൊക്കെ പറയുന്നുണ്ട്. അത് നമ്മുടെ ആൻറ്റിയാണ്, പാസ്റ്ററുടെ ആൻറ്റിയാണേ. അങ്ങനെ സന്തു വണ്ടിയായിട്ട് വന്നു. ഞങ്ങൾ വണ്ടിയിൽ കയറി. ഇനി നമ്മൾ വീട്ടിലേക്ക് അങ്ങ് പോവേ. വീട്ടിലേക്ക് പോകും. ഇനി വീട്ടിൽ ചെന്നിട്ട് വേണം, എനിക്ക് കുറേ ജോലിയുണ്ട്. ഞായറാഴ്ച എല്ലാം ഒരു സ്ലോ മോഡാണ്. അപ്പം എല്ലാം അങ്ങ് പതിയെ 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 ചെയ്യുന്നുള്ളൂ. അപ്പം അങ്ങനെ സൺഡേ വീട്ടിൽ വന്നതിന് ശേഷം ഇനി എനിക്ക് ജോലികളിലേക്കൊക്കെ പ്രവേശിക്കണം. ഫസ്റ്റ് വന്നപ്പോൾ തന്നെ എനിക്ക് പണ്ടേ ഇഷ്ടമാണ് ഈ ഫ്ലവർ വേൾഡ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ ഫ്ലവർ വീട്ടിൽ വാങ്ങിച്ചു വെക്കാൻ. അപ്പോൾ ഇത് നമുക്ക് കഴിഞ്ഞ ദിവസം കിട്ടിയ ഒരു ഫ്ലവർ ഇതായിരുന്നേ, വാങ്ങിച്ചിട്ടായിരുന്നു. അത് നമ്മളതെടുത്തിട്ട് ഈ ഇതിനകത്തോട്ടൊക്കെ ഇറക്കി വെക്കും. അപ്പോൾ അതിൻ്റെ പണിയിലാണ് ഞാൻ. ഇവളുമാരെന്തൊക്കെയോ അതിനകത്തൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അതെല്ലാം കൂടെ തെള്ളി താത്ത് അതിനകത്തോട്ട് വെക്കുവാണ്. അങ്ങനെ അതെല്ലാം റെഡിയാക്കി ഇങ്ങനെ വെച്ച് ഫുഡൊക്കെ ഉണ്ടാക്കണം ഇനി എനിക്ക്. ആ ഫുഡ് അത് ഇരിക്കത്തൊന്നുമില്ല. എൻ്റെ നേരത്തെ ഓൾറെഡി വേറെ ഫ്ലവർ ഉണ്ടായിരുന്നത്. അത് ഞാൻ എടുത്തിട്ട് ചരിഞ്ഞരിഞ്ഞ് പോകുന്നു. അപ്പോൾ സന്തു എടുത്ത് പറഞ്ഞ് കുറേ മണ്ണ് വാരി കുത്തി നിറച്ചിട്ട് ഇറക്കി വെക്കാനെന്നും പറഞ്ഞ് എന്നെ കളിയാക്കുന്നുണ്ട്. അങ്ങനെ സന്തു എങ്ങോട്ടേക്കോ അങ്ങ് പോയി. ഞങ്ങൾ പിന്നെ ഇനി ഓരോ ജോലിയൊക്കെ ഉണ്ട്. അത് ബാഗ് വണ്ടിയിൽ നിന്ന് എടുക്കാൻ മറന്നു പോയതാണ്. പിന്നെ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ ഞാൻ എൻ്റെ ജോലിയിലേക്കൊക്കെ പ്രവേശിച്ചു. ലല്ലു ആദ്യം ഇവർക്ക് ഫുഡ് കൊടുക്കണം. 12:30 കഴിഞ്ഞായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ കൊഞ്ച് ഫ്രൈ ചെയ്തത് ഇതൊക്കെ ഉണ്ടായിരുന്നു. മീൻ പറ്റിച്ചത്, കൊഞ്ച് ഫ്രൈ ചെയ്തതും പിന്നെ എന്തായിരുന്നു പരിപ്പ് കറി ഇതൊക്കെ ഉണ്ടായിരുന്നു. ചെറുപയർ കറി. അങ്ങനെ ഇതെല്ലാം കൂടെ എടുത്തിട്ട് അവർക്ക് 3 പേർക്കും ചോറൊക്കെ കൊടുത്തു. അതിനുശേഷം ഞങ്ങൾ എന്ത് ചെയ്തെന്നറിയാമോ? ഇന്ന് ആശയുടെ വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ആശയുടെ വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ 4 പേരും കൂടി ഇറങ്ങിയതാണ് ഗൈസ്. അങ്ങനെ പോകുന്ന വഴിയാണേ. അപ്പോൾ ഒരു 4:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. മഴയൊന്നും ഇല്ലായിരുന്നു. മഴ പെയ്തിട്ടുണ്ടായിരുന്നു, അന്നേരം മഴയില്ലായിരുന്നു. അപ്പം നമ്മൾ അങ്ങോട്ട് പോകാൻ വരുമ്പോൾ ചായക്ക് എന്തെങ്കിലും കടി വാങ്ങാൻ വേണ്ടിയിട്ട് കയറിയതാണ്. അങ്ങനെ അവിടെ വാങ്ങിച്ചുകൊണ്ട് നിന്നപ്പോൾ നിൽക്കുന്ന പയ്യൻ പറഞ്ഞ അവൻ ഇതുപോലൊരു കുട്ടിയുണ്ട് നാട്ടിൽ. അപ്പോൾ അത് കണ്ടിട്ട് അനൂസിനൊരു ഉഴുന്നുവടയൊക്കെ ഫ്രീ ആയിട്ട് കൊടുത്തു. അങ്ങനെ അവരുടെ ആശയുടെയൊക്കെ വീട്ടിൽ വന്നു. അപ്പോൾ അവ്യയ്ക്ക് പനിയാട്ടോ, അവ്യയുടെ കാലിനൊക്കെ വേദനയായിട്ട്. ഇനിയാണ് ഞാനും ആശയും തമ്മിലുള്ള അംഗം അങ്ങോട്ട് തുടങ്ങാൻ പോകുന്നത്. മറ്റൊന്നുമല്ല, ഞങ്ങൾക്ക് പറഞ്ഞാൽ തീരാത്ത കഥകളാണുള്ളത്. ഞങ്ങൾ 2 പേരും വർഷങ്ങൾ തമ്മിലുള്ള ബന്ധവുമാണ്. പക്ഷെ ഞങ്ങൾ 2 പേരും ഇന്ന് വരെ ഒരു പാട്ട് കേൾക്കുകയോ ഫുള്ളായിട്ടൊരു പാട്ടിരുന്ന് കേൾക്കുകയോ ഒരു സിനിമ കാണുകയോ ഒന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല. ഞങ്ങൾ 2 പേരും എന്ത് കഥയാണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. പകൽ മൊത്തം ഞങ്ങൾ ഫോണിൽ കൂടി സംസാരിക്കും. പകൽ സംസാരിക്കും, രാത്രിയിലൊക്കെ ഞങ്ങൾ ചാറ്റ് ചെയ്യും, ഇതെല്ലാം ചെയ്യുവേ. പക്ഷേ ഞങ്ങൾ 2 പേരും എന്താണ് പറയുന്നതെന്നോ എന്താണ് ഞങ്ങൾ ചെയ്യുന്നതെന്നൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ഞങ്ങൾ അന്നേരം തീരുമാനിച്ചു ഇന്ന് നമുക്കൊരു പാട്ട് കേൾക്കാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ മായ മനസ്സിൽ പാട്ടൊക്കെ വെച്ച് കേട്ടു. അത് കഴിഞ്ഞിട്ട് വിഷ്ണു ചോറിട്ട് ഞാനിവിടുന്ന് കുറച്ച് മീൻ പറ്റിച്ചതും പരിപ്പുവരയൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ അത് കൂട്ടി ചോറുണ്ണുവാണേ.
നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുക്കുകയും അവിടെ നിന്ന് ഇങ്ങോട്ട് തന്നു വിടുകയും അങ്ങനെയൊക്കെ ചെയ്യും കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെയും കുറേ പാട്ടുകളൊക്കെ ഇങ്ങനെ ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ട് ഇങ്ങനെ സ്പീക്കറിൽ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിഷ്ണു ഞാൻ അവിടെ ഇങ്ങനെ നിന്ന് ഫോൺ നോക്കുന്നതിന് സിമാൻറ്റി ഇതൊന്ന് വെച്ചെന്ന് പറഞ്ഞ് എൻ്റെ കൊണ്ട് തന്നതാണ്. എനിക്കിപ്പോൾ ചിരി വരുന്നത് കണ്ടിട്ട്. പിന്നെ നമ്മൾ ഇന്നൊരു ഐറ്റം ഉണ്ടാക്കാൻ പോവാണ് ഗൈസ്. മറ്റൊന്നുമല്ല, ടൊമാറ്റോ റൈസ്, തക്കാളി ചോറ് അങ്ങനെ തന്നെ, അത് തന്നെ. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അതിൻ്റെ പ്രിപ്പറേഷനാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പ്രത്യേകിച്ച് റെസിപ്പീസ് ഒന്നും പറയുന്നില്ല, കാരണം ഇത് ഓരോരുത്തർക്കും ഓരോ റെസിപ്പി ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ യൂട്യൂബിലൊക്കെ പലരുടേത് കണ്ടപ്പോഴത്തേക്കിന് അവരൊക്കെ വേറെയും പല ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ടിട്ടാണ് അവർ ചെയ്യുന്നത്. ആശ വേറൊരു രീതിയിലാണ്. അപ്പം എനിക്കിഷ്ടപ്പെട്ടു, ലല്ലുവിന് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ തക്കാളി ചോറൊക്കെ ഉണ്ടാക്കി, ടൊമാറ്റോ റൈസ് ഒക്കെ ഉണ്ടാക്കി നമ്മൾ കഴിച്ചു. അടിപൊളിയായിരുന്നു കേട്ടോ. കുറച്ച് അവിടെ കുഞ്ഞുങ്ങൾക്കെല്ലാം കൊടുത്തു. ഞങ്ങൾ പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട. പിന്നെ ഇവർക്ക് ഞങ്ങൾ സലാഡ് ഉണ്ടാക്കിയാണ് കൊടുത്തത്. എല്ലാവരും കൂടെ കൂടി കുഞ്ഞുങ്ങൾ 4 പേരും കൂടി ഇരുന്ന് കഴിച്ചു. ഞാനും കഴിച്ചു. കുറച്ച് ഞാനിങ്ങനെ കൊണ്ടുവന്നു, ബാക്കി അവിടെ ഇരുന്നു. അങ്ങനെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. കമൻ്റൊക്കെ എഴുതിയിടണം കേട്ടോ.